ചേച്ചി, പിന്നെ ഞാൻ ഈയിടെ ഒരു വാർത്ത കണ്ടിരുന്നു. റഷ്യയിൽ കുഴൽക്കിണർ കുഴിച്ചപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടെന്നും അതിനെ തുടർന്ന് മൈക്രോഫോൺ ഭൂമിക്കുള്ളിലേക്ക് താഴ്ത്തിയപ്പോൾ വേദനയോടുള്ള മനുഷ്യ ശബ്ദം കേട്ടെന്നും അവർ പറയുന്നു. എൻ്റെ പാസ്റ്റർ ഇതിനെക്കുറിച്ച് പറയുന്നത് നരകത്തിലേക്കുള്ള സമ്പൂർണ്ണ കവാടമാണെന്നും മാത്രമല്ല അവിടെ കേട്ട ശബ്ദങ്ങളൊക്കെ നരകത്തിൽ പീഡനം അനുഭവിക്കുന്ന മനുഷ്യരുടേതുമാണെന്നാണ്. ഇത് ശരിക്കും സത്യമാണോ ചേച്ചി? ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? ആദ്യം ഞാൻ ആത്മാവിനെക്കുറിച്ചുള്ള സത്യം വ്യക്തമാക്കാം. ആത്മാവ് എന്താണെന്നാണ് ലൂസി കരുതുന്നത്? ഞാൻ കരുതുന്ന ആത്മാവ് ഒരു മനുഷ്യൻ്റെ അഭൗതിക ഭാഗമാണ്. മാത്രമല്ല, ആ വ്യക്തി കുലീനനാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ ആ വ്യക്തി ദുഷ്ടനാണെങ്കിൽ ആത്മാവ് നരകത്തിൽ ദണ്ഡനം അനുഭവിക്കും. ആത്മാവ് അനശ്വരമാണ്, അല്ലേ ചേച്ചി? അങ്ങനെയല്ല ലൂസി, അത് അനശ്വരമല്ല. എന്നാൽ ഭൂരിഭാഗം മതങ്ങളും ആത്മാവ് അനശ്വരമാണെന്നും അതിന് മരിക്കാൻ കഴിയില്ലെന്നും പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മോൾ ഉൽപ്പത്തി പുസ്തകം 2:7 വായിച്ചാൽ മനസ്സിലാകും. അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവമായ യഹോവ നിലത്തെ പൊടികൊണ്ട് ആദാമിനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. അപ്പോൾ ആദാം ജീവനുള്ള വ്യക്തിയായി തീർന്നു. ആദാമിൻ്റെ ഭൗതിക ശരീരത്തിലേക്ക് മറ്റൊരാത്മശരീരത്തെ ദൈവം ചേർത്തില്ല. ലളിതമായി പറഞ്ഞാൽ ശരീരം അധികം ജീവൻ സമം ആത്മാവ്. പല ബൈബിൾ വാക്യങ്ങളിൽ മൃഗങ്ങളെ പോലും ആത്മാവെന്ന് വിളിക്കുന്നുണ്ട്. ഉദാഹരണം, സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 3-19 വാക്യങ്ങളിൽ പറയുന്നത്: മൃഗത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന വ്യത്യാസമില്ല, കാരണം ഒടുവിലിവ രണ്ടും മരണശേഷം മണ്ണിലേക്ക് മടങ്ങുന്നു. ഒരു ചത്തുപോയ നായക്കുട്ടിയുടെ ആത്മാവിനായി ആരെങ്കിലും ഒരു ആചാരം അനുഷ്ഠിക്കുകയോ പള്ളിയിൽ പ്രത്യേക കുർബാന നടത്തുകയും ചെയ്യാറുണ്ടോ? എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ പലരും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ശുദ്ധീകരണ സ്ഥലത്തോ നരകത്തിലോ ആണെന്ന് ഒന്ന് സങ്കല്പിക്കുക. കുട്ടിക്കറിയുമോ, സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 9:5 പറയുന്നത് മരിച്ചവർ അബോധാവസ്ഥയിലാണെന്നാണ്. ലൂസി, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പറയുന്നത് യെഹെസ്കേൽ പുസ്തകം 18:4 ആത്മാവ് മരിക്കുന്നു എന്നാണ്. എന്നാൽ നുണയുടെ പിതാവായ സാത്താൻ പറയുന്നത് ആത്മാവ് മരിക്കുന്നില്ല എന്നാണ്. ദൈവം പറഞ്ഞതിന് നേർവിപരീതം. ദഹിപ്പിക്കുമ്പോൾ ഏതെങ്കിലും മൃതദേഹം നിലവിളിക്കുന്നതായി ലൂസി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ സാത്താൻ പറയുന്നത് ദുഷ്ടമനുഷ്യരുടെ ആത്മാക്കളെ നരകത്തിലിട്ട് വറക്കുമ്പോൾ അവർ വേദനയോടെ നിലവിളിക്കുന്നു എന്നാണ്. ദയവായി യുക്തിപരമായി ചിന്തിക്കൂ കുട്ടി. ചേച്ചി, നരക സിദ്ധാന്തം സത്യമാണെന്ന് പല സഭകളും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ യഹോവയുടെ സാക്ഷികൾ മാത്രം ഇത് നിഷേധിക്കുകയും അതിന് തിരുവെഴുത്ത് വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണ്? എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാം. ലൂസിമോളെ, ദൈവം സ്നേഹമാണെന്ന അടിസ്ഥാന സത്യം ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ദൈവം ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്നയാളല്ല. എന്നാൽ സാത്താനാണ് അത്തരമൊരു ക്രൂരൻ. സ്നേഹവാനായ ദൈവം പാപി നൽകുന്ന പരമാവധി ശിക്ഷ മരണം മാത്രമാണ്. അല്ലാതെ മരണത്തിന് ശേഷം അധികമായി കൊടുക്കുന്ന ഒരു ബോണസ് ശിക്ഷയല്ല നരകം. നമുക്ക് ബൈബിളിൽ റോമർ പുസ്തകം 6:23 നോക്കാം. അവിടെ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം, അല്ലാതെ നരകമല്ല. ഇത് നന്നായി മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. നോക്കൂ, കുട്ടി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മാസശമ്പളം $10,000. ആ മാസം കുട്ടിയുടെ ബോസ് ശമ്പളം കൂടാതെ അധികമായി $100 കൂടെ തരുന്നു. അധികം തന്ന $100 കുട്ടി എന്തു പറയും? ഞാനതിനെ ബോണസായി കണക്കാക്കും ചേച്ചി. വളരെ ശരിയാണ് ലൂസി. സമാനമായി ദൈവം നമ്മുടെ പാപങ്ങൾക്കുള്ള ശമ്പളമായി മരണശിക്ഷ മാത്രമാണ് നൽകുന്നത്. അല്ലാതെ ബോണസ് ശിക്ഷയായിട്ട് ആരെയും നരകത്തിലെത്തിക്കുന്നില്ല. മനസ്സിലായോ? യഹോവ വളരെ കരുണാമയനാണ്. കാരണം ആദാമിൻ്റെ ജനിതക പാപം മൂലം അപൂർണരും പാപികളുമായി മരണപ്പെടുന്ന മനുഷ്യ കുടുംബത്തെ വീണ്ടെടുക്കാനായി തൻ്റെ പ്രിയപുത്രനായ യേശുവിനെ അയച്ചു മരണം അസാധുവാക്കി മുഴുവൻ മനുഷ്യവർഗത്തെയും നിത്യജീവന് യോഗ്യരാക്കി തീർത്തു. എന്നാൽ നീതി നിലനിർത്താൻ വേണ്ടി എല്ലാ ദുഷ്ടന്മാരെയും ഇവിടെ നിന്ന് ദൈവം നീക്കം ചെയ്യും. പക്ഷേ ആ ശിക്ഷ പോലും നൽകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ. ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയുമോ? യെഹെസ്കേൽ പുസ്തകം 33:11 പറയുന്നു: ദുഷ്ടൻ്റെ മരണത്തിൽ ഞാൻ ഒട്ടും സന്തോഷിക്കുന്നില്ല. പകരം ദുഷ്ടൻ തൻ്റെ വഴികൾ വിട്ടുതിരിഞ്ഞ് ജീവിച്ചിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. നിങ്ങളുടെ ദുഷിച്ച വഴികൾ വിട്ട് തിരിഞ്ഞു വരൂ. നിങ്ങൾ എന്തിനു മരിക്കണം എന്നാണ് ദൈവം പറയുന്നത്.
നോഹയുടെ കാലഘട്ടത്തിലെ ജലപ്രളയത്തിൽ ദൈവം ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്തു, പക്ഷേ 8 കുലീനരായ മനുഷ്യരെ രക്ഷിച്ചു. അതുപോലെ സോദോം ഗോമോരയിൽ ജീവിച്ചിരുന്ന ദുഷ്ടരെ നശിപ്പിച്ചപ്പോൾ പോലും ദൈവം 3 വ്യക്തികളെ രക്ഷപ്പെടുത്തി. മുങ്ങി മരിക്കുന്ന ഒരാൾ മരിക്കാൻ എത്ര സമയം വേണ്ടിവരും ലൂസി? ഒരുപക്ഷെ 4-5 നിമിഷം മാത്രം. പിന്നെ ആകാശത്ത് നിന്ന് തീ വീണ് ഒരാൾ മരിക്കാനിടയായാലോ? അയാൾ 2-3 നിമിഷം കൊണ്ട് ചാരമായി തീരും. എന്നാൽ ഇത്തരത്തിലുള്ള ശിക്ഷകളൊന്നും നമ്മുടെ സ്നേഹവാനായ ദൈവം നൽകാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം യഹോവ നീതിയുടെ ദൈവമാണ്. ആയതിനാൽ ദൈവം വളരെ വേഗം ന്യായവിധി ദിവസം കൊണ്ടുവരാൻ പോകുന്നു. ശരി ചേച്ചി, പക്ഷേ എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ശത്രുവാണ് സാത്താൻ, ശരിയല്ലേ? എന്നാൽ ആരെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ശത്രുക്കൾ നിയമിക്കുമോ? എന്നാൽ ദൈവം പിശാചായ സാത്താനെ നരകത്തിൻ്റെ മേൽനോട്ടക്കാരനാക്കിയെന്നാണല്ലോ ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ദഹിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതിനെപ്പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? ഇതിനുള്ള ഉത്തരം ലൂസി മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേലിയരുടെ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. അവരുടെ വിജാതീയ അയൽക്കാർ ശിശുബലി ചെയ്യുന്നത് ഇസ്രായേലിയർ അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവർ കത്തുന്ന തീയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ദൈവം ഈ ഭീകരമായ ആചാരത്തെ പ്രവാചകനായ ഇരമ്യയിലൂടെ വിധിച്ചു. ഇരമ്യ 7-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ യഹോവ ഈ ആചാരത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. ഈ മ്ലേച്ഛമായ ശവസംസ്കാര സ്ഥലം പണിയാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെയൊന്ന് എൻ്റെ ഹൃദയത്തിൽ പോലും വന്നിട്ടില്ലെന്നും പറഞ്ഞു. ഒരു കുഞ്ഞിനെ എരിയുന്ന തീക്കുള്ളിലിട്ടാൽ ഏതാനും 2 നിമിഷം കൊണ്ട് വെന്തു മരിക്കും, അല്ലേ? ശരിക്കും അത് ജീവൻ്റെ ഉറവിടമായ ദൈവത്തോടുള്ള വിരോധമായിരുന്നു. അത്തരം കരുണയുള്ള ദൈവം മനുഷ്യരെ ബാഹ്യമായി പീഡിപ്പിക്കാൻ ഭൂമിയിൽ നരകം പോലുള്ളൊരു സ്ഥലം നിർമ്മിക്കുമെന്ന് ലൂസി കരുതുന്നുണ്ടോ? എന്നാൽ സത്യദൈവം പറയുന്നത് ഇത്തരത്തിലുള്ള ഭീകരമായ ആശയം എൻ്റെ ഹൃദയത്തിൽ പോലും വന്നിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ലൂസി, ഇത്തരം ആശയം ആരുടെ ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ചേച്ചി, ക്രൂരതയിലൂടെ ആനന്ദം കണ്ടെത്തുന്ന സാത്താൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് ഈ ആശയം ഉത്ഭവിച്ചത്, ശരിയല്ലേ? അതെ ലൂസി, വളരെ ശരിയാണ്. അതുകൊണ്ട് ഈ കുറ്റകരമായ നരക സിദ്ധാന്തം വളർത്തിയത് എല്ലാ മതങ്ങളുമാണ്. കാരണം യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെയൊരു സിദ്ധാന്തം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ചേച്ചി, മത്തായി 23-ാം അധ്യായം 33-ാം വാക്യത്തിൽ ക്രിസ്തു നരകം എന്ന വാക്ക് ഉപയോഗിച്ചതായി ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. ശരിയാണ് ലൂസി, ബൈബിളിലെ ചില സ്ഥലങ്ങളിൽ യേശു ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വ്യാജമത നേതാക്കളെയാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ യേശു ചില സ്ഥലങ്ങളിൽ ഗീഹന്ന എന്ന പദം ഉപയോഗിച്ചു. അത് മിക്ക ബൈബിളുകളിലും നരകം എന്ന പദമായിട്ടാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗീഹന്ന എന്നത് യെരുശലേം നഗരത്തിന് പുറത്തുള്ള ഒരു താഴ്വരയാണ്. ഇവിടെ നഗരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിച്ചിട്ട് തീയും സൾഫർ പോലുള്ളതുമായ രാസവസ്തുക്കൾ കൊണ്ട് ചുട്ടെരിയിക്കുമായിരുന്നു. ചില കുറ്റവാളികളുടെയും മൃഗങ്ങളുടെയും മൃതശരീരങ്ങൾ അതിലേക്ക് എറിയപ്പെട്ടിരുന്നു. അത് ശാശ്വതമായ നാശത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തെന്നാൽ ആ തീക്കുള്ളിലേക്ക് എറിയപ്പെടുന്ന യാതൊന്നും തിരികെ വരില്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതിനാൽ യേശു പരീശന്മാരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഗീഹന്ന വിധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന്. അതായത് നിത്യനാശത്തെ അല്ലെങ്കിൽ പൂർണ്ണമായ നാശത്തെ കുറിക്കാനാണ് യേശു ഗീഹന്ന എന്ന പദം ഉപയോഗിച്ചത്. അന്ന് യെരുശലേമിലുണ്ടായിരുന്ന ആളുകൾക്ക് യേശു പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അറിയാമായിരുന്നു. പക്ഷേ നാളുകൾക്ക് ശേഷമുള്ള തെറ്റായ തർജ്ജിമയും വ്യാഖ്യാനങ്ങളും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഭൂമിക്കടിയിൽ നരകമുണ്ടെന്ന തെറ്റിദ്ധാരണ ആളുകളിൽ വളർന്നു വരികയും ചെയ്തു. അതുപോലെ മറ്റൊരു ലോകമായ തീ തടാകവുമുണ്ട്. അതിനെ സംബന്ധിച്ച എല്ലാ പ്രതീകാത്മക അർത്ഥങ്ങളും ഞാൻ പിന്നീട് വിശദീകരിച്ച് തരാം ലൂസി. ഉപസംഹാരമായി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ? ശരി, ദൈവം പാപികളെ നരകത്തിലേക്ക് എറിയുന്നു. എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഏത് പാപികളെ ആയിരിക്കും നരകത്തിൽ ഉരുക്കി വാർത്തെടുക്കുന്നത്? അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചേച്ചി, അത് ആദമും ഹവ്വയുമാണ്. വളരെ ശരിയാണ്. അവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിച്ചത്? ദൈവം പറഞ്ഞത് നിങ്ങൾ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ പോകുന്നു, അല്ലാതെ നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞില്ല. കാരണം അവരുടെ അനുസരണക്കേട് നിമിത്തം അവർക്ക് നിത്യനാശം സംഭവിച്ചു. അതാണ് മനുഷ്യരാശിയുടെ മേലുള്ള ദൈവത്തിൻ്റെ ശാപം. ചേച്ചി,
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാർത്ത തെറ്റായിരുന്നു. എനിക്കിപ്പോഴാണ് അതൊരു അസംബന്ധമാണെന്ന് മനസ്സിലായത്. നീ അത് മനസ്സിലാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ലൂസി. ഏദൻ തോട്ടത്തിലുണ്ടായത് ഓർക്കുക. അന്ന് സാത്താൻ ഹവ്വയോട് നിങ്ങൾ ഒരിക്കലും മരിക്കില്ല എന്ന് നുണ പറഞ്ഞു. ആ വാദം ശരിയാണെന്ന് തെളിയിക്കാനായി മാത്രം ഇന്നും സാത്താൻ തൻ്റെ തെറ്റായ പഠിപ്പിക്കലുകൾ തുടരുന്നു. അതായത് ആത്മാവ് മരിക്കുന്നില്ല, മരിച്ചാലും മരണാനന്തര ജീവിതം തുടരുന്നുവെന്ന്. അവൻ എല്ലായ്പ്പോഴും സത്യത്തിനെതിരായ തെറ്റായ പഠിപ്പിക്കലുകൾ തുടരുന്നു. ഒരു കത്തുന്ന വസ്തുവിന് മുകളിലൂടെ വെള്ളം ചീറ്റിക്കെടുത്താൻ കുഴൽ പൈപ്പ് തിരിക്കുന്നത് പോലെ ചേച്ചി, നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്ന നരക സിദ്ധാന്തത്തിനു മേലും ആ കുഴൽ പൈപ്പ് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നിങ്ങൾ എന്നെയും തണുപ്പിച്ചു. വളരെ നന്ദിയുണ്ട് ചേച്ചി.